മനോരോഗത്തിന് ചികിത്സ ആവശ്യമായ മനോരോഗികളുടെ മനോവൈകൃതങ്ങൾ അടങ്ങുന്ന ജൽപ്പനങ്ങളാണ് ഇപ്പോൾ മലയാളത്തിലെ വാർത്താമാധ്യമങ്ങളുടെ ഇഷ്ടവിഭവം. ഇതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് കുടകിൽ ഇഞ്ചിക്കൃഷി നടത്തി സമ്പന്നനായ പാവം കോടീശ്വരൻ ഇഞ്ചി ഷാജി ഏലിയാസ് KM ഷാജിയുടെ ജൽപ്പനത്തിന് നൽകിയ പ്രാധാന്യം. ഇന്നലെ പകൽ മുഴുക്കെ ദൃശ്യമാധ്യമങ്ങളെല്ലാം അത് ആഘോഷിച്ചു. ഇന്നിതാ മകാരാദികളെല്ലാം മൾട്ടിക്കോളം വാർത്ത. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലോ മറ്റോ അന്തവും കുന്തവും ഇല്ലാതെ എന്തും കേൾക്കുന്ന ലീഗ് അണികളുടെ മുന്നിൽ ഇഞ്ചി കർഷകൻ നടത്തിയ വെളിച്ചപ്പാടാണ് ഈ വാർത്ത. CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയേറ്റാണ് എന്നാണ് വെളിച്ചപ്പാടന്റെ വെളിച്ചപ്പാട്. വെളിച്ചപ്പാടന്മാർ വാൾ കയ്യിൽ കിട്ടിയാൽ ഉറഞ്ഞു തുള്ളുന്നത് പോലെയാണ് മൈക്ക് കണ്ടാലും ചാനലുകാരെ കണ്ടാലും ടിയാന്റെ ഈ തള്ളൽ. കേസിൽ കുടുക്കി കുഞ്ഞനന്ദനെ ജയിലിലടച്ചത് UDFന്റെ കാലത്താണ്. അപ്പോൾ തന്നെ അസുഖബാധിതനുമായിരുന്നു. എന്നാൽ മതിയായ ചികിത്സ ലഭ്യമാക്കാൻ അന്ന് സർക്കാർ തയ്യാറായില്ല. ഇതോടെ അസുഖം മൂർച്ഛിക്കുകയായിരുന്നു. LDF സർക്കാർ 2016 അധികാരത്തിൽ വന്ന ശേഷമാണ് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നത്. കുഞ്ഞനന്ദന്റെ മകൾ ഷബന വ്യക്തമാക്കിയതുപോലെ UDF കാലത്ത് ജയിലിലായിരുന്നപ്പോൾ മതിയായ ചികിത്സ നൽകാൻ അവർ പലവട്ടം കോടതി മുഖേനയും അല്ലാതെയും ആവശ്യപ്പെട്ടിരുന്നു. അന്ന് സർക്കാരും മാധ്യമങ്ങളും ഇതിനെ വിമർശിക്കുകയും രോഗമില്ലെന്ന് ആക്ഷേപിക്കുകയുമായിരുന്നു. യഥാർത്ഥത്തിൽ LDF ഭരണകാലത്ത് അവസാന നിമിഷം വരെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർ ശ്രമിച്ചു. ഇതിനെല്ലാം CPMും സംസ്ഥാന സർക്കാരും എല്ലാ സഹായവും നൽകിയിരുന്നു. ചികിത്സ നൽകാതെ UDF ഭരണകൂടം PK കുഞ്ഞനന്ദനെ കൊല്ലുകയായിരുന്നു എന്ന് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഇതെല്ലാം കൊണ്ടാണ്. UDF വേട്ടയാടലിൻ്റെ ഈ ഇരയെയാണ് ഇഞ്ചി ഷാജി ആക്ഷേപിച്ചത്. അത് അതേപടി വിഴുങ്ങി CPMനെതിരെ ഉപയോഗിക്കുകയാണ് ഈ മാധ്യമങ്ങളെല്ലാം. കേരള രാഷ്ട്രീയത്തിലെ തെറിവിളി രാഷ്ട്രീയക്കാരൻ്റെ മകൻ്റെ രംഗപ്രവേശവും ഈ മാധ്യമങ്ങൾക്ക് CPMനെതിരായ കൊയ്ത്തുയന്ത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്ക് കാനഡയിൽ നിക്ഷേപം എന്ന സൃഷ്ടി ഇങ്ങേരുടേതാണ്. അത് അപ്പടി വിഴുങ്ങി വാർത്തയാക്കി BJP നേതാവിൻ്റെ ഏഷ്യാനെറ്റ് ന്യൂസും കണ്ടത്തിൽ പത്രവും എല്ലാം. ചൂടാറും മുമ്പ് വാർത്ത ചീറ്റിയതുകൊണ്ട് അച്ഛൻ്റെ പാരമ്പര്യം അതേപടി ഉൾക്കൊണ്ട് മകൻ മലക്കം മറിഞ്ഞു. ഞാനൊരു ചൂണ്ടയിട്ട് നോക്കിയതാണെന്ന്. ഒരു ഉത്തരവാദിത്വമില്ലാതെ തീർത്തും പ്രതികാര ചിന്തയിൽ മനോവിഭ്രാന്തി പിടിപെട്ട ഈ വിദ്വാനിട്ട ചൂണ്ട അതേ മനോവിഭ്രാന്തിയോടെ വലതുപക്ഷ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചു. ഈ കാണുന്ന വാർത്ത കഴിഞ്ഞ ദിവസം മലയാള മനോരമയിൽ വന്നതാണ്. അതിൻ്റെ ഇൻട്രോ ഒന്ന് നോക്കൂ. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിച്ചാൽ 30 കോടി നൽകാമെന്ന് അറിയിച്ച് പ്രതി സ്വപ്ന സുരേഷിനെ സമീപിച്ച കണ്ണൂർ കടമ്പേരി സ്വദേശി വിജേഷ് പിള്ളയെ ഹൈറിച്ച് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഒരു തട്ടിപ്പ് കേസിൽ ഒരാളെ ചോദ്യം ചെയ്തതിനെ എങ്ങനെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ തിരിക്കാൻ കഴിയുമെന്ന് ഗവേഷണം നടത്തിയുള്ള സൃഷ്ടി. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിച്ചാൽ 30 കോടി നൽകാമെന്ന് അറിയിച്ച് പ്രതി സ്വപ്ന സുരേഷിനെ സമീപിച്ച എന്നതിൽ എന്താണ് വാസ്തവം? അങ്ങനെ സമീപിച്ചതായി സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് ആരോപിച്ചിരുന്നു എന്നതല്ലേ യഥാർത്ഥ വാർത്ത? CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വിട്ടതാണെന്ന് വിജേഷ് പിള്ള പറഞ്ഞതായും ആരോപിച്ചിരുന്നു. ഈ കള്ളവാർത്തക്കെതിരെ കള്ളക്കടത്തുകാരിയെയും വിജേഷ് പിള്ളയെയും എതിർകക്ഷികളാക്കി ഗോവിന്ദൻ മാസ്റ്ററും CPM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി K സന്തോഷും നിയമ നടപടി ആരംഭിച്ചു കഴിഞ്ഞതാണ്. സന്തോഷ് പിള്ള നൽകിയ പരാതിയിൽ പോലീസ് സ്വർണ്ണക്കടത്തുകാരിയെയും വിജേഷ് പിള്ളയെയും ചോദ്യം ചെയ്തു. വിജേഷ് പിള്ള അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് മറുപടി പറഞ്ഞത്. കള്ളക്കടത്തുകാരിക്കും ചോദ്യം ചെയ്യലിൽ ഒരു തെളിവും നൽകാനുണ്ടായിരുന്നില്ല. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉരുണ്ടു കളിച്ചു. അതിലുപരി കള്ളക്കടത്തുകാരിയെ കണ്ടത് ബിസിനസ് ആവശ്യത്തിനാണെന്നും വിജേഷ് പിള്ള മൊഴി നൽകിയിരുന്നു. അത് ഈ ഹൈറിച്ചുമായി ബന്ധപ്പെട്ടാണോ? അവർ തമ്മിൽ നടന്ന ഇടപാട് എന്താണ്? ഇതല്ലേ അന്വേഷിക്കേണ്ടുന്ന വാർത്ത. അതിനു പകരം അതെങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ തിരിക്കാൻ കഴിയുമെന്ന നികൃഷ്ട ചിന്ത മാത്രമാണ് ഇവർക്ക്. ഇന്നലെ ഇതേ കണ്ടത്തിൽ പത്രത്തിൽ പ്രൊഫസർ C രവീന്ദ്രനാഥിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് എന്നുകൂടി നോക്കാം. പരിസ്ഥിതി പ്രവർത്തകൻ, അധ്യാപകൻ, ജനപ്രതിനിധി, ഭരണാധികാരി, പ്രഭാഷകൻ തുടങ്ങിയ നിലകളിലെല്ലാം സവിശേഷ സർഗാത്മക വ്യക്തിത്വമായ C രവീന്ദ്രനാഥിനെ ഏതോ ഒരു കർത്തയുടെ ബന്ധുവായി ചുരുക്കുന്ന കുടിലത. ആസ്ഥാന രാഷ്ട്രീയ വിശാരദൻ സുജിത് നായരുടെ ഈ സൃഷ്ടിയിലൂടെ പുറത്തു വരുന്നത് പത്രമുതലാളിയുടെ മാത്രമല്ല
മുതലാളിയെ തൃപ്തിപ്പെടുത്താൻ എന്തും കാട്ടിക്കൂട്ടുന്ന മാപ്രകളുടെ നെറികേട് കൂടിയാണ്. ഇതിലും ഭേദമാണ് മുസ്ലിം ലീഗിലെ ഇഞ്ച് ഷാജി ഏലിയാസ് KM ഷാജിയും തെറിപ്പാട്ടുകാരൻ രാഷ്ട്രീയക്കാരൻ്റെ മകൻ ജോർജും എന്ന് പറയാതെ വയ്യ.